ഡോക്ടർ, ഈ മെലാസ്മയും അല്ലെങ്കിൽ ഒരു സൺ ടാനിങ്ങും തമ്മിൽ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് ഇപ്പോൾ ഈ മെലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കരിമംഗലം എന്നൊക്കെ പറയും. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചീക്സിന്റെ സൈഡിലോ അല്ലെങ്കിൽ മൂക്കിന്റെ ഭാഗത്തോ നെറ്റിയിലോ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ബ്രൗൺ ഗ്രേ പാച്ചസ് ആയിട്ട് അവർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വട്ടം വട്ടമായിട്ടോ അല്ലെങ്കിൽ ചെറിയ പാച്ചസ് ഒക്കെ ആയിട്ടാണ് വരും. ഇപ്പോൾ നമ്മൾ ടാനിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ജനറൽ ആയിട്ട് നമ്മുടെ ഫേസിൽ ഒരു കരിവാളിപ്പ് പോലെയല്ലേ വരും. മെലാസ്മ ഒരു 10 പേർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 9 പേരും സ്ത്രീകളായിരിക്കും. മനസ്സിലായത്? അതിലൊരാൾക്ക് മാത്രമേ ആണുങ്ങളിൽ ഉണ്ടാവുള്ളൂ. ആണുങ്ങളിൽ വരുമ്പോൾ യൂഷ്വലി എന്തെങ്കിലും ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഉണ്ടാവും. കൂടുതലും ഇത് ഹോർമോണൽ ആയിട്ടുള്ള ഒരു പിഗ്മെന്റേഷൻ ആണ്. അതേപോലെ തന്നെ സ്ത്രീകൾ പ്രഗ്നൻസിയുടെ സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകളുടെ ഭാഗമായിട്ടൊക്കെയാണ് മെലാസ്മ കൂടുതലായിട്ട് വരിക. ബേസിക്കലി ജനറ്റിക് ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതേപോലെ സൺ എക്സ്പോഷർ കാരണമാണ് ഇത് ട്രിഗർ ആവുന്നത്. പക്ഷെ ഇതിന്റെ കാരണങ്ങൾ മെയിൻലി ഹോർമോണൽ, അതേപോലെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ പ്രഗ്നൻസിയുടെ സമയത്ത് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. അത് സാധാരണ ടാനിങ് പോലത്തെ ഒരു പെട്ടെന്ന് മാറുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു പിഗ്മെന്റേഷൻ അല്ല. ഇത് തിരിച്ചു വരാനും ഇങ്ങനെ റിക്കർ ചെയ്ത് വരാനും സാധ്യതയുള്ള ഒരു പിഗ്മെന്റേഷനാണ്. അതുകൊണ്ടാണ് മെലാസ്മയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കുറച്ചും നമ്മൾ സാധാരണ നമ്മൾ സ്കിന്നിൽ കാണുന്ന ഏതൊരു പിഗ്മെന്റേഷൻ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ഈ മെലാസ്മ ട്രീറ്റ് ചെയ്യാൻ. അതിന്റെ കാരണം അത് ഇങ്ങനത്തെ കാരണങ്ങൾ കൂടി കൊണ്ട് വരുന്നതായതുകൊണ്ടാണ്. നമ്മൾ അതിന് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ക്രീമുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാം, പീലിംഗ് ഉണ്ട്, അതിന് വേണ്ടിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പീലുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട്സ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള കാര്യം സൺ പ്രൊട്ടക്ഷൻ പ്രോപ്പർ ആയിരിക്കണം. നമ്മൾ പുറത്തിറങ്ങണില്ല എന്ന് വെച്ചിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു സംഗതി ഒന്നും മെലാസ്മയിൽ നടക്കില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക, അതിന്റെ മരുന്നുകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. പിന്നെ അതിന് വേണ്ടിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, പീലിംഗ് ഒക്കെ പോലത്തെ, അങ്ങനത്തെ ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു പോവുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ്. ടാനിങ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു പിഗ്മെന്റേഷൻ ആണ്. അത് ജനറലൈസ്ഡ് ആയിട്ടാണ് വരിക. അത് നമ്മൾ അതിന്റെ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. മെലാസ്മ ഒരു 10 പേർക്ക് വരണമെങ്കിൽ അതിൽ 9 പേരും ലേഡീസ് ആയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ലേഡീസിനെ കൂടുതലും സ്കിൻ പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നതും ജെൻസിന് അത്രയും വരാത്തതും എന്തുകൊണ്ടാണ്? അങ്ങനെയില്ല. അതായത് 2 പേർക്ക് 2 രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് വരുന്നതെന്ന് മാത്രം. ഇപ്പോൾ മെയിൽ സ്കിന്നും ഫീമെയിൽ സ്കിന്നും തമ്മിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഇപ്പോൾ മെയിൽ സ്കിന്ന് കുറച്ചുകൂടി തിക്കർ ആയിരിക്കും. അതേപോലെ തന്നെ മെലാനിൻ ഇൻഡെക്സ് എന്ന് പറയും. അതായത് കുറച്ച് ഏരിയയിൽ മെലാനിൻ സെല്ലുകൾ, മെലാനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറുപ്പ് കളർ ഉണ്ടാക്കുന്ന ഇതിനെയാണ് നമ്മൾ പിഗ്മെന്റിനെയാണ് മെലാനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെലാനിൻ ഉണ്ടാക്കുന്ന മെലനോസൈറ്റ് എന്ന് പറയുന്ന സെല്ലുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ആണുങ്ങളുടെ സ്കിന്നിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ ആണുങ്ങളുടെ സ്കിന്ന് കട്ടിയും കൂടുതലായിരിക്കും, ഓയിൽ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഈ മെലാനിൻ കൂടുതലും ആണുങ്ങളുടെ സ്കിന്നിലാണ് കൂടുതലുണ്ടാവുക. ഫീമെയിൽസിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി കുറച്ച് ഹോർമോണൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസും ഇൻഫ്ലുവൻസ് ചെയ്യും ചില പിഗ്മെന്റേഷൻസിനെ. അതായത് ഇപ്പോൾ മെലാസ്മ പോലെയുള്ള പിഗ്മെന്റേഷൻസ് കൂടുതലും ഒരു ഹോർമോൺ ഡിപ്പെൻഡന്റും കൂടിയാണ്, ഹോർമോൺ ഇൻഫ്ലുവൻസും കൂടി ഉള്ളതാണ്. അങ്ങനത്തെ പിഗ്മെന്റേഷൻസ് ഈ പ്രഗ്നൻസിയുടെ ടൈമിലും ഒക്കെയാണ് കൂടുതലായിട്ട് അങ്ങനത്തെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് സ്ത്രീകളിൽ കൂടുതൽ സ്കിന്നിന്റെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് അങ്ങനെ പറയാനും പറ്റില്ല. ബേസിക്കലി സ്ത്രീകളുടെ സ്കിന്ന് കുറച്ചും കൂടി സെൻസിറ്റീവ് ആണ്, കുറച്ചും കൂടി സോഫ്റ്റർ ആണ് കമ്പയർഡ് ടു മെയിൽ സ്കിൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് സ്കിന്നിലെ ഇഷ്യൂസ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നാലും ലൈക്ക് ഇപ്പോൾ മെയിലും ഫീമെയിൽ നോക്കി കഴിയുമ്പോൾ 2 പേർക്കും 2 രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്കിന്നിൽ കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്.